ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷവും അവർ പതിവ് പോലെ അദ്ദേഹത്തിന് ഭക്ഷണം നൽകി. പക്ഷേ അദ്ദേഹം ഒരല്പം മാത്രം ഭക്ഷിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. കാരണം നേരത്തെ അദ്ദേഹം നന്നായി ഭക്ഷണം കഴിച്ചിരുന്നു. പക്ഷേ ഇസ്ലാം ആയതോടുകൂടി അദ്ദേഹം അടിമുടി മാറുകയാണ്, ഒരല്പം മാത്രം കഴിക്കുകയാണ്. അത് കണ്ട് സ്വഹാബികൾ അത്ഭുതപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വഹീൽ ബുഖാരി കടന്നു വരുന്ന ഒരു ഹദീസിൽ, അന്ന റജുലൻ കാന യഅകുലു അകലൻ കസീറ ഫഅസ്ലമ ഫകാന യഅകുലു അകലൻ ഖലീല. ധാരാളമായിട്ട് ഭക്ഷണം കഴിച്ച ഒരാൾ, അയാൾ മുസ്ലിമായി, അതോടുകൂടെ പിന്നീട് ഒരല്പം മാത്രം ഭക്ഷിക്കാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി പറയാണ്, ഇന്നൽ മുഅ്മിന യഅകുലു ഫീ മിഅം വാഹിദ് വൽ കാഫിറു യഅകുലു ഫീ സബഅതി അംആഇൻ. റസൂലുള്ളാഹി പറയാണ്, വിശ്വാസികൾ ഒരു കുടലിൽ ഭക്ഷിക്കുന്ന സമയത്ത് അവിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരിൽ 7 കുടലുകളിൽ ഭക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ തക്സീർ ആധിക്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 7 എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സൂറത്തുൽ ലുഖ്മാന്റെ 27-ാമത്തെ വചനത്തിൽ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅതു അബ്ഹുരിൻ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. സമാനമായിട്ടാണ്. അതായത് അതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ വിശ്വാസി ഒരല്പം മാത്രമേ ഭക്ഷിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അധികം ആളുകളും ഫോളോ ചെയ്യാത്ത റസൂലുള്ളാഹിൻ്റെ ഏറ്റവും വലിയൊരു സുന്നത്താണ് ഈ ഭക്ഷണ കാര്യങ്ങളിൽ. ഇപ്പോൾ ദൗർഭാഗ്യവശാൽ ഏറ്റവും വലിയ ഭക്ഷണ ധൂർത്ത് കണ്ടുവരുന്നത് ഈ ഒരു ഉമ്മത്തിലാണ്, ഈ ഒരു സമുദായത്തിലാണ്. പരിശുദ്ധ ഖുർആൻ ഈ ധൂർത്തിനെ സംബന്ധിച്ച്, ഇസ്രാഫിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഭക്ഷണം പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സൂറത്തുൽ അറാഫിൻ്റെ 31-ാമത്തെ വചനത്തിൽ വകുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുക കുടിക്കുക, പക്ഷേ നിങ്ങൾ ആ ഭക്ഷണം ദുർവ്യയം ചെയ്യരുത്. ആയത്തിൻ്റെ അവസാനം ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അത്തരം ദുർവ്യയം ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ റസൂലുള്ളാഹിൻ്റെ നിർദ്ദേശങ്ങൾ ഏറ്റവും അപ്ഡേറ്റഡ് ആണ്. ഇപ്പം ഇന്ന് നമുക്കറിയാം, അവർ തന്നെ പറയാറുണ്ട്, ഭക്ഷണം നിങ്ങൾ മരുന്ന് പോലെ കഴിക്കുക, അല്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരുമെന്നെല്ലാം ഈ മെഡിക്കൽ രംഗത്തുള്ള ആളുകൾ നമ്മളെ വാൺ ചെയ്യാറുണ്ട്. റസൂലുള്ളാഹി ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ആദമിൻ്റെ മക്കൾ അവർ വയറിനേക്കാൾ മോശമായിട്ടുള്ള ഒരു പാത്രവും അവർ നിറച്ചിട്ടില്ല. റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങൾ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 വായു, അതല്ലെങ്കിൽ അത് എംറ്റി ആക്കി ആ രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നിരവധി രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ആ ഭക്ഷണത്തെ, അമിതമായിട്ടുള്ള ഭക്ഷണത്തെ സൂചിപ്പിക്കാറുണ്ട്. അതിനുവേണ്ടി തന്നെ ഡയറ്റീഷ്യന്മാർ നിരവധി ഡയറ്റ് പ്ലാനുകളെ സംബന്ധിച്ചെല്ലാം ആഗോളതലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെയും ആ സുന്നത്തിൻ്റെ ആ ഒരു നിർദ്ദേശം ഈ മേഖലയിലേക്ക് റസൂലുള്ളാഹി മിതമായിട്ടുള്ള ഭക്ഷണം, അതേപോലെ തന്നെ ഖുർആൻ ഹലാലൻ ത്വയ്യിബ, ഭക്ഷണത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തെല്ലാം വിശുദ്ധമായത്, ശുദ്ധമായത്, അതായത് മായമില്ലാത്ത ആ ഭക്ഷണം, ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഭക്ഷണ മേഖലയിലുള്ള ഭക്ഷണം കൊണ്ടുവരുന്ന മുഴുവൻ രോഗങ്ങളെയും തടയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായിട്ടുള്ളൊരു സംഭവം ഹദീസല്ല, ചരിത്ര ഉദ്ധരണിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ അവിടെ ഉണ്ടായിരുന്ന, ഈജിപ്തിലുണ്ടായിരുന്ന ഒരു വൈദ്യം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെല്ലാം പരിശോധിച്ച സമയത്ത് അങ്ങേയറ്റം അത്ഭുതപ്പെടാണ്, അവരുടെ ആ ഹെൽത്ത് ഫിറ്റ്നസ് കണ്ട്. അപ്പോൾ അതിൻ്റെ ആ രഹസ്യം ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞത്ര, നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂ വ ഇദാ അകൽനാ ലാ നശ്ബഅ. അതായത് ഞങ്ങൾ വിശക്കുന്ന സമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുന്ന, അതേസമയം ഭക്ഷണം കഴിച്ചാലും വിശപ്പടങ്ങാത്തൊരു ജനതയാണ്. സുബ്ഹാനല്ലാഹ്, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. വിശക്കുന്ന സമയത്ത് മാത്രം ഭക്ഷണം, അതേസമയം ഭക്ഷണം കഴിച്ചാൽ വിശപ്പടങ്ങില്ല, അതായത് മിതമായിട്ടുള്ള ഭക്ഷണം, അപ്പോൾ ആവശ്യത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ കാലത്ത് പലപ്പോഴും ഭക്ഷണം എന്നുള്ളത് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും 4 ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ ആദ്യം ചർച്ച വരുന്നത് ഭക്ഷണത്തെ സംബന്ധിച്ചാണ്. ഭക്ഷണം ആവശ്യമുണ്ടായിട്ടൊന്നല്ല, മറിച്ച് ഭക്ഷണം എന്നുള്ളത് മുഖ്യ ഘടകമാണ് ഏതൊരു സ്ഥലത്തും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസും അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വഹീൽ ബുഖാരി കടന്നു വരുന്ന ഒരു ഹദീസിൽ അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് ഒന്ന് പറഞ്ഞത് വയൽഹറു ഫീഹിമു സമൻ, അതായത് ഒബിസിറ്റി, അമിതവണ്ണം വർദ്ധിക്കും എന്നുള്ളതാണ്. ഈ ഹദീസ് പറയുന്ന കോണ്ടക്സ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു ചാണ് വയറ് നിറക്കാൻ വേണ്ടി ഭക്ഷണം കിട്ടാത്ത, ഖന്തക്കിൻ്റെ ചരിത്രമെല്ലാം നമ്മൾ പറഞ്ഞു തീർത്തുള്ളൂ. അവർ ജീവിതകാലത്തുടനീളം ഒരിക്കൽ പോലും വയറ് നിറയെ ഭക്ഷണം കഴിക്കാത്തൊരു ജനത. ആ ഒരു സന്ദർഭത്തിൽ നിന്നാണ് റസൂലുള്ളാഹി പറയുന്നത്, അതായത് അമിതവണ്ണമുള്ള ആളുകൾ വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ ഒരു 10-100 വർഷം പിറകിലേക്ക് പോയി ആ പഴയ വീഡിയോ എല്ലാം എടുത്ത് നോക്കുന്ന സമയത്ത് ആ രൂപത്തിലുള്ള ആളുകൾ അതൊരു എക്സെപ്ഷൻ ആയിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എത്രത്തോളം ആ രംഗത്ത് ഭക്ഷണ മേഖലയിൽ ആ റസൂലുള്ളാഹി പറഞ്ഞ ആ ഒരു പ്രവചനവും മറ്റുമെല്ലാം അത് എത്രത്തോളം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളത് സമകാലിക കോണ്ടക്സ്റ്റിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാം.